ജയശ്രീ കേരള കിച്ചണിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. പണ്ട് തറവാടുകളിലും മറ്റും ഉണ്ടാക്കിയിരുന്ന എണ്ണമാങ്ങ അച്ചാർ. മാങ്ങയുടെ സീസണിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ എണ്ണമാങ്ങ അച്ചാർ അടുത്ത സീസൺ വരെ കേടുകൂടാതെ സൂക്ഷിക്കുമായിരുന്നു. ഇതിന്റെ ടേസ്റ്റ് മറ്റ് അച്ചാറുകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ 4 നല്ല വിളഞ്ഞ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. വിളഞ്ഞ മാങ്ങയാണ് എണ്ണമാങ്ങ ഉണ്ടാക്കാൻ നല്ലത്. മാങ്ങ കഷ്ണങ്ങളായി മുറിച്ച് ഒരു തുണിയിൽ വിരിച്ച് ഉണങ്ങാൻ വെക്കണം. മാങ്ങയുടെ ജലാംശം പോകാൻ വേണ്ടിയാണിത്. ഞാൻ മാങ്ങ തുണിയിൽ വിതറി ഒരു രാത്രി മുഴുവൻ ഉണങ്ങാൻ വെച്ചു. അല്ലെങ്കിൽ 1-2 മണിക്കൂർ വെയിലത്ത് ഉണക്കിയാലും മതി. നമ്മുടെ മാങ്ങ ജലാംശം മാറി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണമാങ്ങ അച്ചാറിന്റെ കൂട്ട് തയ്യാറാക്കാം. ഇതിനായി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിച്ച് മാറ്റിവെക്കാം. അതിനുശേഷം 1 സ്പൂൺ ഉലുവ ചൂടാക്കി എടുക്കാം. ഇതിനോടൊപ്പം ഞാൻ 1 സ്പൂൺ പെരുംജീരകം കൂടി ചേർക്കുന്നുണ്ട്. കേരളത്തിൽ പൊതുവെ അച്ചാറിന് പെരുംജീരകം ചേർക്കാറില്ല. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ എല്ലാ അച്ചാറുകൾക്കും പെരുംജീരകം ചേർക്കാറുണ്ട്. പെരുംജീരകം ഓപ്ഷണൽ ആണ്. ഇത് ചൂടാക്കി മാറ്റിവെച്ചതിന് ശേഷം 10-12 പിരിയൻ മുളക് ചൂടാക്കി എടുക്കണം. പിരിയൻ മുളകാണ് അച്ചാറിന് നല്ലത്. കാരണം അച്ചാറിന് നല്ല കൊഴുപ്പും നല്ല കളറും കിട്ടുവാൻ പിരിയൻ മുളകാണ് നല്ലത്. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചൂടാക്കി എടുക്കണം. ഉപ്പിലുള്ള ജലാംശം പൂർണ്ണമായും പോകാൻ വേണ്ടിയാണ് ഉപ്പ് ചൂടാക്കുന്നത്. എണ്ണമാങ്ങയുടെ കൂട്ട് തയ്യാറാക്കാനായി ഇനി ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. നല്ലെണ്ണയിൽ 4 കഷ്ണം കായം മൂപ്പിച്ചെടുക്കണം. ഇതിനു പകരമായി കായപ്പൊടി ഉപയോഗിച്ചാലും മതി. ചൂടാക്കിയെടുത്ത കടുകും ഉലുവയും പെരിഞ്ജീരകവും പിരിയൻ മുളകും ഉപ്പും പിന്നെ എണ്ണയിൽ മൂപ്പിച്ചെടുത്ത കായവും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കണം. കായം മൂപ്പിച്ചെടുത്ത എണ്ണയിൽ ഇനി നമുക്ക് നമ്മുടെ ഉണക്കിയെടുത്ത മാങ്ങ വറുത്തു കോരി എടുക്കാം. അധികം മൂത്തു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ മാത്രമേ മാങ്ങ മൂപ്പിക്കാൻ പാടുള്ളൂ. അധികം മൂത്തുപോയാൽ അച്ചാറിന്റെ സ്വാദ് മാറിപ്പോകും. ഞാനിത് 3 ബാച്ചുകളായിട്ടാണ് വറുത്തെടുത്തത്. ഇനി നമുക്ക് വറുത്തെടുത്ത് വെച്ച മാങ്ങ ഒരു ബൗളിലേക്ക് മാറ്റണം. ഇതിലേക്ക് മിക്സിയിൽ പൊടിച്ചെടുത്ത കൂട്ട് കുറേശ്ശെയായി ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി ചേർക്കണം. ഇതിലേക്ക് മാങ്ങ വറക്കാൻ ഉപയോഗിച്ച നല്ലെണ്ണ കുറേശ്ശെയായി ഒഴിച്ചു ചേർത്ത് നന്നായി ഇളക്കി ചേർക്കണം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല. മാത്രവുമല്ല മാങ്ങയുടെയും മറ്റും ജലാംശം പരമാവധി കളഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ എണ്ണമാങ്ങ അച്ചാർ അടുത്ത സീസൺ വരെ കേടുകൂടാതെ ഇരിക്കും. തൈരു സാദത്തിന്റെ കൂടെയും പിന്നെ ആലു പൊറോട്ടയുടെ കൂടെയും ഈ എണ്ണമാങ്ങ അച്ചാർ നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കിയ ഉടൻ ഉപയോഗിക്കാൻ പാടില്ല. 3 ആഴ്ച കഴിഞ്ഞ് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോഴേ മാങ്ങ ഒന്ന് അലിഞ്ഞ് ഉപ്പും മുളകും മറ്റും പിടിച്ച് നല്ല സ്വാദായി വരികയുള്ളൂ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പറയണം. നമ്മൾ റെഡിയാക്കിയെടുത്ത എണ്ണമാങ്ങ അച്ചാർ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി 3 ആഴ്ച പുറത്ത് വെക്കണം. 3 ആഴ്ചയ്ക്ക് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി ഉപയോഗിച്ച് തുടങ്ങാം.